did the right thing, but it didn't turn out that way. It's been heavy and we're starting to break, but I hope you'll be okay. സമയം എത്രയെന്നറിയോ? 10:15. ഞങ്ങൾ 2 മണിക്കൂർ 8 മണിക്ക് ഡ്രസ്സ് മാറി നിൽക്കുന്നുണ്ട്. ഞാനും അംജൂട്ടനും ഉപ്പിയും അനുകാക്കാൻ്റെ ഡ്രസ്സ് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകാൻ റെഡി ആവാൻ തലേന്നേ നമ്മൾ തീരുമാനിച്ച് വെക്കുമല്ലോ, പെട്ടെന്ന് റെഡി ആവണം ഇതാക്കണം എന്നൊക്കെ. പക്ഷെ അനുകാക്ക് ആ ഒരു സമയത്ത് അങ്ങനെ തിരിഞ്ഞ് കളിക്കും. അതെനിക്ക് തീരെ ഇഷ്ടമില്ല. നിങ്ങളെ വീട്ടിലുണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാർ? അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ടൗണിലെത്തിയിട്ടോ. നമ്മൾക്ക് ഒരു ഓഡിറ്റോറിയത്തിലാണ് കല്യാണമുള്ളത്. ഇതാ ഇവിടെ കാപ്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ കല്യാണമുള്ളത്. പിന്നെ ഞങ്ങൾ ഹാളിൽ കയറി. ഇത് ഒരു ലിവിങ് ഏരിയ പോലെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ, ഹാളല്ല. നമ്മൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു. എല്ലാ ഐറ്റംസ് ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ നോക്കി, ഇവിടെ നല്ല ലൈവായിട്ട് നല്ല ബൂസ്റ്റ്, കോഫി, അതുപോലെ നല്ല പാൽ ചായ, അങ്ങനെ വെറൈറ്റി ആയിട്ട് പല ഐറ്റംസും ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കുടിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പല പല ഐറ്റംസ് ടീ, ഫ്ലവർ വെച്ചിട്ടുള്ള ടീകളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മണവാട്ടിക്ക് എൻട്രി ചെയ്യാനുള്ള ആ ഒരു സംഭവമാണ്. അങ്ങനെ അനുക്കാക്ക് എന്തോ ബൂസ്റ്റ് എന്തോ മേടിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ.
ബന്ധങ്ങളും തമ്മിലുള്ള ജീവിക്കും അറിയില്ല, മറ്റൊരു ജീവിക്കും അതുകൊണ്ട് തന്നെ ഇണചേർ മനുഷ്യനെ പോലെയുള്ള സദാചാരത്തെ സംബന്ധിച്ചോ വിശുദ്ധിയെ സംബന്ധിച്ചോ ചിന്തിക്കേണ്ടതായ കാര്യമില്ല. പ്രതിനിധിയ എന്നിടത്താണ് ഈ നിയമപ്രകാരം അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ്. ആ നിലക്ക് തന്റെ കൂടെ ജീവിക്കുന്ന ആൺ ഇണയെയും പെൺ ഇണയെയും, ഒന്ന് ആൺ ഇണയാണ്, മറ്റൊന്ന് പെൺ ഇണയാണ്, സൗജും സൗജത്തുമാണ്, സൗജയും രണ്ട് ഇണകളാണ്, പരസ്പരം മാനിക്കാനും ആദരിക്കാനും ബാധ്യതയും. കാരണം പ്രപഞ്ചനാഥന്റെ സൃഷ്ടിയാണ് എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ഇണ എന്ന രീതി. രണ്ടാമത്തെ ഒന്ന്, നമുക്കിടയിലുള്ള ബന്ധങ്ങളൊന്നും മഹാഭൂരിപക്ഷവും നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളതല്ല, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതല്ല. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ആരാണോ നമ്മുടെ ഉമ്മയും ഉപ്പയും അത് തന്നെയാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും. നമുക്ക് തെരഞ്ഞെടുക്കാൻ കഴിയില്ല. നമ്മുടെ മക്കൾ ആരായിരിക്കണം നമുക്ക് തെരഞ്ഞെടുക്കാനാവില്ല. നമ്മുടെ സഹോദരന്മാരെ, സഹോദരിമാരെ, എളാപ്പ മുത്താപ്പന്മാരെ, അമ്മായിമാരെ, മുത്തമ്മമാരെ, എളാമ്മമാരെ ഒന്നും തെരഞ്ഞെടുക്കാൻ കഴിയില്ല. നമുക്ക് വന്നു ചേരുന്നവർ ആരാണോ അതിന് നമ്മൾ സ്വീകരിക്കണം. എന്നാൽ എന്റെ കൂടെ ജീവിക്കുന്ന ഇണ ആരായിരിക്കണം ഹനീഫിന് തെരഞ്ഞെടുക്കാൻ കഴിയും. അങ്ങനെ ഹനീഫ് തെരഞ്ഞെടുത്തിരിക്കുകയാണ് മനാലിന് തെരഞ്ഞെടുക്കാൻ കഴിയും. അങ്ങനെ മനാൽ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഹനീഫ്. ഇവരുടെ ഈ തെരഞ്ഞെടുപ്പിന് ആധികാരികത നൽകുന്ന സവിശേഷമായി ആദരിക്കേണ്ടതുണ്ട് എന്നതാണ് രണ്ടാമത്തെ ആദരവിന്റെ പ്രസക്തി. മനുഷ്യൻ എന്ന നിലയിൽ തന്നെ ആദരിക്കണം, ബഹുമാനിക്കണം. ഞാനായിട്ട് തെരഞ്ഞെടുത്ത എന്റെ ഇണയാണ് എന്ന നിലയിലും ഞാൻ ആദരിക്കണം. രണ്ട് ആദരവുകൾ ദമ്പതികൾ തമ്മിൽ വെച്ചു പുലർത്താൻ ബാധ്യതയുണ്ട് എന്നാണ്. ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി, ഒരു അനുചരൻ ചോദിച്ചു, അല്ലാഹുവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നമ്മൾ പോവാൻ ഇറങ്ങാം കേട്ടോ. അഞ്ചൂട്ട് എവിടെ പോയാലും ഷൂ ഇടും, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വിഷയമാക്കിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് പോരുകയാണ് കേട്ടോ. ഞങ്ങളവിടുന്ന് നേരെ തിരിച്ച് പോയത് ഞങ്ങളെവിടുക്ക ബീച്ചിലേക്കാണ് കേട്ടോ ഗൈസ്. നമ്മൾ ബീച്ചിലേക്ക് പോകുകയെന്ന് പറഞ്ഞ് അനുകാക്കാനെ ശല്യം ചെയ്ത് ഞങ്ങൾ ബീച്ചിൽ പോയി. ഒരു 10 മിനിറ്റ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരാൾ ഇങ്ങനെ ഈ പട്ടികൾക്കും ഒക്കെ ഈ പക്ഷികൾക്കൊക്കെ എന്തോ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പക്ഷികൾ വന്നിട്ടും നായകൾ വന്നിട്ടൊക്കെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലൊരു പട. അങ്ങനെ
നമ്മളതൊക്കെ കണ്ടു. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം കാണുന്നത്. അതുകൊണ്ട് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. ഭയങ്കര കാറ്റുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. അവിടെ ഞാനൊക്കെ പറന്നു പോകുമെന്ന് വിചാരിച്ചു. ഞാനും അഞ്ചൂട്ടനൊക്കെ ഞങ്ങളവിടെ ഇങ്ങനെയൊക്കെ നിന്ന്. പിന്നെ നമ്മൾ അവിടുന്ന് ബീച്ചിൽ നിന്ന് പോന്ന് നമ്മളൊരു നഴ്സറിയിൽ കയറിയിട്ടോ. നഴ്സറിയിൽ കയറി എന്താണെന്ന് വെച്ചാൽ ശംഖുപുഷ്പം തപ്പി നടക്കുകയാണ് ഞങ്ങൾ. ശംഖുപുഷ്പം നല്ലതാണല്ലോ. ഇത് ഓൾറെഡി ഇങ്ങനെ ക്ഷീണാണോ അല്ലേ? അങ്ങനെ നമ്മൾ ആ നഴ്സറിയിൽ നിന്ന് നമ്മൾ വേറൊരു നഴ്സറി കയറിയിട്ടോ. അവിടെ നിന്ന് നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ആ ശംഖുപുഷ്പത്തിൻ്റെ പല കളറിലും ഉണ്ടല്ലോ ഈ ശംഖുപുഷ്പം. അപ്പോൾ 2 തൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പൂവ് അതുമ്മേൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് അവരങ്ങനെ തപ്പി നോക്കുന്നത് കേട്ടോ. ശംഖുപുഷ്പം മേടിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഉപ്പാക്കും അനക്കാക്കും ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കയറിയതാട്ടോ.
അഞ്ചൂട്ടൻ നല്ലോണം ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ ചായയൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല കേട്ടോ ഓരോ ടൈമിൽ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഭയങ്കര ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. നമ്മൾ രാവിലെ പോയതാണല്ലോ. എനിക്കൊരു ചായ കൊണ്ടുതന്നു. ഇത് ചൂട്. അങ്ങനെ ഞാൻ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു കിട്ടും. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ കുറച്ച് കുടിച്ചു. ഇതെന്താന്ന് വെച്ചാൽ ഉപ്പ ആ നിക്കാഹിൻ്റെ ഫങ്ഷന് നമ്മൾ നട്ട്സൊക്കെ കൊടുക്കുമല്ലോ, ഉപ്പ അത് 2 പോക്കറ്റിലിട്ടിട്ട് ഉമ്മാക്ക് കൊടുത്തതാട്ടോ. അതിനാണ് ഞാൻ ചിരിക്കണത്. ഉപ്പാൻ്റെ സ്നേഹം കണ്ട് ചിരിച്ചതാ. പപ്പ തുറന്നു തരും. ഒരുപാട് പണി മതിയാക്കിയാളിന്ന് ഹാപ്പി ബർത്ത്ഡേ കേക്ക് പറഞ്ഞ് ഒന്നുകൂടെ പറ. ഹാപ്പി ബർത്ത്ഡേ കേക്ക് ആരാ കട്ട് ചെയ്യുന്നത്? വേഗം കട്ട് ചെയ്യ്. മുറിക്ക. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ 4ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു കേക്ക്, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ത് ബർത്ത്ഡേ കേക്ക്? 4 വർഷമായിട്ടോ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഓന് ക്ഷമയില്ലാതെ അതിൻ്റെ മുഖത്തെടുത്ത് നിന്നിട്ടുള്ളൂ. ഓൻ നിന്നോട്ടെ. അതിൻ്റെ താഴെ എന്തോ ഒരു ചോക്ലേറ്റ് ചാടിയെന്ന്, അതെടുത്ത് നോക്കി. നിങ്ങൾ കട്ട് ചെയ്തോളി. നിങ്ങള് നമ്മൾ കേക്കും യമ്മി ബ്രോസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മളന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളത് കഴിക്കുകയും കേക്ക് കട്ട് ചെയ്ത് നമ്മൾ 4ാമത്തെ ആഘോഷിച്ചിട്ടാ. ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പുഷ് ഉണ്ടോ? ചമ്മന്തി എടുക്കുന്നുണ്ട് എൻ്റെ പൊന്നുഷ്. ഒക്കെ അമ്മച്ചിൻ്റെ കുഞ്ഞ് ഹെൽപ്പ് ചെയ്യണേ. അങ്ങനെ നാളെ രാവിലെ വയറ്റുന്ന് പോവുക.
വാങ്ങി വിഷം തിന്നരുത് എന്നാ പറഞ്ഞത്. എങ്ങനെ വിഷം വാങ്ങി തിന്നരുത്. എന്നാ കോഴിനെ കുറിച്ച് 2 വാക്ക് സ്പീച്ച് ചെയ്യങ്ങള്. കോഴി വിഷാ. കോഴി വിഷാണ്, അതുകൊണ്ട് ഇതൊക്കെ ഞാൻ തിന്ന് തീർക്കണം 35 ദിവസം കൊണ്ട് അല്ലേ അഞ്ചിട്ടാ? ചിക്കൻ വിഷമാണ് എന്നാ വാപ്പച്ചി പറയണത്. നിങ്ങൾക്കുണ്ടോ വിഷം? കോഴി വിഷം? കോഴി വിഷാണല്ലോ. ഇതിന് നല്ല ഉണങ്ങിയതേതാ? ഇത് അതഞ്ചൂട്ടന് ഇത് കൊടുത്തു. സാധാരണ പേര് അരിക്കോട്ട് നടത്തുന്ന ആളൊക്കെ ഇന്നലെ വിചാരിച്ച അങ്ങനെ അപ്പൻ ചെയ്യുന്നതാ. എന്തിനാ? അഞ്ചൂട്ടന്റെ ബർത്ത്ഡേ മാത്രം അരി കൊടുന്നുണ്ടാവല്ലോ, വെഡിങ് ആനിവേഴ്സറി ഇവിടുന്നാവും അല്ലേ? അല്ലേ? വെഡിങ് ആനിവേഴ്സറി ഇവിടുന്ന് ആവും, ബർത്ത്ഡേ ഒക്കെ അവിടുന്ന് ആവും. എന്താ അറിയില്ല, അങ്ങനെ ആണിപ്പോ. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു, ബ്രോസ്റ്റ് കഴിച്ചു. ഗിഫ്റ്റൊന്നും ഇല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ നമ്മുടെ കുഞ്ഞു വീഡിയോ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ടാറ്റാ, അസ്സലാമു അലൈക്കും.